ചില പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് NHPC 30 രൂപയ്ക്കടുത്ത് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആവുകയും 115 രൂപ വരെ ഉയരുകയും ചെയ്ത റിന്യൂവബിൾ എനർജി സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് NHPC. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 2.5% ഇടിഞ്ഞ് 82 രൂപ 85 പൈസയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 83,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ ഡിവിഡൻഡ് ഈൽഡ് 2%. NHPCക്ക് ഗുജറാത്ത് സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി കോർപ്പറേഷൻ ലിമിറ്റഡിൽ നിന്നും 200 മെഗാവാട്ട് ശേഷിയുള്ള സോളാർ പവർ പ്രോജക്റ്റ് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി 847 കോടി രൂപയുടെ കോൺട്രാക്റ്റ് ലഭിച്ചു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. 1125 മെഗാവാട്ട് ശേഷിയുള്ള റിന്യൂവബിൾ എനർജി പാർക്ക് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് കമ്പനിക്ക് 200 മെഗാവാട്ട് ശേഷിയുള്ള സോളാർ പവർ പ്രോജക്റ്റ് നിർമ്മിക്കുന്നതിനുള്ള കോൺട്രാക്റ്റ് ലഭിച്ചിരിക്കുന്നത്. പ്രതിവർഷം 473 മില്യൺ യൂണിറ്റ് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന ഈ സോളാർ പ്രോജക്റ്റിൻ്റെ 25 വർഷത്തേക്കുള്ള ബിൽഡ് ആൻഡ് ഓപ്പറേറ്റ് ബേസിസിലുള്ള കോൺട്രാക്റ്റ് NHPCക്ക് ലഭിച്ചിട്ടുണ്ട്. 10,880 മില്യൺ യൂണിറ്റ് ഇലക്ട്രിസിറ്റി ജനറേഷനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. NHPC എന്ന സ്റ്റോക്ക് 82 രൂപ 95 പൈസയ്ക്കടുത്ത് ട്രേഡ് ചെയ്യുന്നു. 75, 70 തുടങ്ങിയ ലെവലുകൾ സ്റ്റോക്കിൻ്റെ സപ്പോർട്ടും 85, 90, 95, 100 തുടങ്ങിയ ലെവലുകൾ സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസുമാണ്. റീസെൻ്റ്ലി പ്രൈവറ്റ് സെക്ടറിലെ ബാങ്കുകളെക്കാളും മികച്ച പെർഫോമൻസാണ് PSU സെക്ടറിലെ ബാങ്കുകൾ കാഴ്ചവെച്ചത്. 2024 വർഷത്തെ പെർഫോമൻസ് മാത്രം നോക്കുകയാണെങ്കിൽ നിഫ്റ്റി PSU ബാങ്ക് ഇൻഡെക്സ് 15% റിട്ടേൺ നൽകിയപ്പോൾ നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് ഇൻഡെക്സ് വെറും 4% നെഗറ്റീവ് റിട്ടേണാണ് നൽകിയത്. ദീർഘകാലമായി പ്രൈവറ്റ് ബാങ്കുകൾ ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ കൺസോളിഡേറ്റ് ചെയ്യുന്നതുകൊണ്ട് പ്രൈവറ്റ് ബാങ്കുകൾ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള വാല്യൂഷനിലും വളരെ ഫേവറബിൾ ആയിട്ടുള്ള റിസ്ക് റിവാർഡ് റേഷ്യോയിലും ലഭിക്കുന്നു എന്നാണ് പല ബ്രോക്കേജ് ഏജൻസികളും പറയുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വരുന്ന ഒരു വർഷം കൊണ്ട് 47% വരെ റിട്ടേൺ തരാൻ ശേഷിയുള്ള 3 പ്രൈവറ്റ് ബാങ്ക് സ്റ്റോക്കുകളെ ബ്രോക്കേജ് ഏജൻസികൾ റെക്കമെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തേത് RBL ബാങ്ക്. സെൻട്രം ബ്രോക്കിംഗ് ഏജൻസി 47% റിട്ടേൺ ഒരു വർഷം കൊണ്ട് തരാൻ ശേഷിയുള്ള സ്റ്റോക്കായിട്ടാണ് RBL ബാങ്കിനെ റെക്കമെൻഡ് ചെയ്യുന്നത്. 224 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കിന് 331 രൂപയുടെ ടാർഗറ്റാണ് നൽകിയത്. 2020-2023 ഫിനാൻഷ്യൽ ഇയറിലെ സ്റ്റാഗ്നൻ്റ് ഗ്രോത്തിൽ നിന്നും കമ്പനി പുറത്തു കടന്നുവെന്നും ഈ കമ്പനി റീറ്റെയിൽ ബിസിനസ്സിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതുകൊണ്ട് നമ്മൾക്കുടൻ തന്നെ ഒരു ടേൺ അറൗണ്ട് സ്റ്റോറി ബാങ്കിൽ നിന്നും പ്രതീക്ഷിക്കാമെന്നാണ് സെൻട്രൽ ബാങ്കിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. കൂടാതെ കമ്പനി അതിൻ്റെ അസറ്റിനെയും ലയബിലിറ്റീസിനെയും റീറ്റെയിലൈസേഷൻ നടത്തുകയും ചെയ്തിട്ടുണ്ട്. റീറ്റെയിൽ പോർട്ട്ഫോളിയോയിൽ ബാങ്കിൻ്റെ അഡ്വാൻസിൽ 55%-ഓളം ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. കൂടാതെ ഗ്രോസ് NPAയിലും നെറ്റ് NPAയിലും ഇടിവ് കാണാം. ഗ്രോസ് NPA 3.2%-ഉം നെറ്റ് NPA 1%-ഓളവും ഇടിഞ്ഞു. ഇതോടൊപ്പം തന്നെ ഇൻവെസ്റ്റേഴ്സിന് ബാങ്കിനെ സംബന്ധിച്ച പ്രധാന കൺസേണായ കോർപ്പറേറ്റ് ഗവർണൻസ്, ലയബിലിറ്റി ഫ്രാഞ്ചൈസി, ഗ്രോത്ത് പ്രോസ്പെക്റ്റ് എന്നീ പ്രോബ്ലങ്ങളെ ബാങ്ക് അഡ്രസ്സ് ചെയ്തും തുടങ്ങിയിട്ടുണ്ട്. 2023-26 ഫിനാൻഷ്യൽ ഇയറിൽ ബാങ്കിൻ്റെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനിൽ 23% CAGR-ഓടുകൂടിയുള്ള ഗ്രോത്തും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ 26% CAGR-ഓടുകൂടിയുള്ള ഗ്രോത്തുമാണ് ബ്രോക്കേജ് ഏജൻസി പ്രതീക്ഷിക്കുന്നത്. കൂടാതെ ROAയും ROEയും ഇംപ്രൂവ് ആകാനും സാധ്യതയുണ്ട്. 2024-26 ഫിനാൻഷ്യൽ ഇയറിൽ 36% ഏണിംഗ് പെർ ഷെയറിലുള്ള വർധനവും പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് സെൻട്രം ബ്രോക്കിംഗ് RBL ബാങ്കിന് 47% അപ്സൈഡിലുള്ള 331 രൂപയുടെ ടാർഗറ്റ് നൽകിയിരിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റോക്ക് ഇൻഡസ്ഇൻഡ് ബാങ്കാണ്. ഇൻഡസ്ഇൻഡ് ബാങ്കിന് BP വെൽത്ത് എന്ന ബ്രോക്കേജ് ഏജൻസി ബൈ എന്ന റേറ്റിംഗും 1950 രൂപയുടെ ടാർഗറ്റ് നൽകി. ഇൻഡസ്ഇൻഡ് ബാങ്ക് 1480 ട്രേഡ് ചെയ്യുന്നു. വരുന്ന ഒരു വർഷം കൊണ്ട് സ്റ്റോക്ക് 1950 എത്തുമെന്നാണ് BP വെൽത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിൻ്റെയും റോബസ്റ്റ് എക്കണോമിക് എക്സ്പാൻഷൻ്റെയും ബെനിഫിറ്റ് നേടിയെടുക്കാൻ സാധ്യതയുള്ള ഒരു പ്രൈവറ്റ് സെക്ടറിലെ ബാങ്കാണ് ഇൻഡസ്ഇൻഡ് ബാങ്ക്. കൂടാതെ ബാങ്കിൻ്റെ ഗ്രോത്തും ബിസിനസ് ഓപ്പർച്യൂണിറ്റിയും ഇൻടാക്റ്റ് ആയതുകൊണ്ട് പ്രൊമോട്ടേഴ്സ് റീസെൻ്റ്ലി അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 15%-ൽ നിന്നും 26%-ലേക്ക് ഉയർത്താൻ ലക്ഷ്യമിടുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ RBIയിൽ റെഗുലേറ്ററി അപ്രൂവലിന് വേണ്ടി പ്രൊമോട്ടേഴ്സ് RBIയെ അപ്രോച്ച് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കമ്പനിയുടെ ഏണിംഗ് പെർ ഷെയർ 2026 ഫിനാൻഷ്യൽ ഇയറോടുകൂടി 21% CAGR-ഓടുകൂടി വളരും എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കമ്പനിയുടെ ROE 17%-അടുത്തേക്ക് ഉയർന്നേക്കാം. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇൻഡസ്ഇൻഡ് ബാങ്കിനെയും ബൈ ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. മൂന്നാമത്തെ സ്റ്റോക്ക് IDFC ഫസ്റ്റ് ബാങ്ക്.
ബാങ്ക് ഓഫ് ബറോഡ ക്യാപിറ്റൽ റിസർച്ചാണ് IDFC ഫസ്റ്റ് ബാങ്കിനെ റെക്കമെൻഡ് ചെയ്യുന്നത്. 78 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കിന് 96 രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. 22% അപ്സൈഡിലുള്ള ടാർഗറ്റ്. സ്ട്രോങ് ബിസിനസ് ഗ്രോത്തിന് വേണ്ടി റീസെൻ്റ്ലി IDFCയും IDFC ഫസ്റ്റ് ബാങ്കും മെർജായിരുന്നു. കോസ്റ്റ് ഓഫ് ഫണ്ട് റെഡ്യൂസ് ചെയ്ത് മാർജിൻ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ രണ്ട് ബാങ്കുകളും മെർജായത്. 2023-26 ഫിനാൻഷ്യൽ ഇയറിൽ 24% CAGR കൂടിയുള്ള ഗ്രോത്ത് IDFC ഫസ്റ്റ് ബാങ്കിൽ നിന്നും പ്രതീക്ഷിക്കാമെന്നാണ് ബാങ്ക് ഓഫ് ബറോഡ ക്യാപിറ്റൽ റിസർച്ച് പറയുന്നത്. കൂടാതെ ബാങ്കിൻ്റെ കാസ റേഷ്യോ 47%-അടുത്തായിട്ടാണ്. സ്റ്റേബിൾ അസറ്റ് ക്വാളിറ്റി ബാങ്കിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഗ്രോസ് NPA 2.1%, നെറ്റ് NPA 0.7%. കോവിഡിന് ശേഷം, അതായത് പോസ്റ്റ് കോവിഡ് ഇറയിൽ ബാങ്ക് അതിൻ്റെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. ബിസിനസ് ഡൈനാമിക്കും അസറ്റ് ക്വാളിറ്റീസും ഇംപ്രൂവ് ആയതിൻ്റെ പശ്ചാത്തലത്തിൽ വരും സമയങ്ങളിൽ സ്ട്രോങ് ബിസിനസ് ഗ്രോത്തും സ്റ്റേബിൾ മാർജിനും ഉയർന്ന അസറ്റ് ക്വാളിറ്റിയും IDFC ഫസ്റ്റ് ബാങ്കിൽ നിന്നും പ്രതീക്ഷിക്കാം. IDFC ഫസ്റ്റ് ബാങ്ക് ഇപ്പോഴൊരു കൺസോളിഡേഷൻ ഫേസിലാണ്. സ്റ്റോക്കുകളെ അക്കുമുലേറ്റ് നമ്മൾ ചെയ്യേണ്ടതും കൺസോളിഡേഷൻ ഫേസിൽ തന്നെയാണ്. അതേസമയം സ്റ്റോക്ക് ഇപ്പോൾ ഒരു ബിയറിഷ് ട്രെൻഡ് അല്ലെങ്കിൽ ഒരു ബിയറിഷ് പാറ്റേൺ ഫോളോ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. IDFC ഫസ്റ്റ് ബാങ്കിന് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ ബൈ എന്ന റേറ്റിംഗും 96 രൂപയുടെ ടാർഗറ്റുമാണ് ബ്രോക്കേഴ്സ് നൽകിയത്. വളരെ സേഫായി സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ വന്നതിന് ശേഷം മാത്രം പൊസിഷൻ എടുക്കുക. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 68-70 തുടങ്ങിയ സോണുകൾ മികച്ച ഒരു സപ്പോർട്ട് സോൺ കൂടിയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്